കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ 3 പേർ മരിച്ചു. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിലെ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാറും കിണറ്റിൽ ചാടിയ വെളിയം സ്വദേശിനി അർച്ചനയും അർച്ചനയുടെ ആൺസുഹൃത്ത് തൃശൂർ സ്വദേശി ശിവകൃഷ്ണനുമാണ് മരിച്ചത്. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, രക്ഷാപ്രവർത്തനത്തിനിടെയാണ് 3 പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായിരുന്നു സംഭവം? ഇന്ന് പുലർച്ചെ 12 മണിക്ക് സുഹൃത്തുമായി കലഹിച്ച് ഈ കൊല്ലം ആയൂർ സ്വദേശിനിയായ അർച്ചന ഇവര് വീടിന്റെ മുന്നിലുള്ള കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. ഈ സമയത്ത് മദ്യലഹരിയിലായിരുന്ന ഈ സുഹൃത്ത് തൃശൂർ സ്വദേശി ശിവകൃഷ്ണൻ അയാൾ ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി കിണറിൽ പരിശോധിക്കും. ഫയർഫോഴ്സ് എത്തുമ്പോൾ റോഡിൽ നിലവിളികളുമായി ഇവർക്ക് 3 കുട്ടികളാണ് അർച്ചനയ്ക്ക്. അതിൽ 2 കുട്ടികൾ റോഡിൽ നിൽപ്പുണ്ടായിരുന്നു. അവരാണ് വഴി കാട്ടിയതും. ഇവര് ഉള്ളിലേക്കാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഉള്ളിലേക്ക് ഈ ഫയർഫോഴ്സ് സംഘമെത്തി ഈ കിണറിൽ ഉണ്ടായിരുന്ന അർച്ചനയുമായി സംസാരിച്ചപ്പോൾ അർച്ചന പ്രതികരിച്ചു. അപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. ഇതിനിടയിൽ രക്ഷാപ്രവർത്തനം നടത്താനായി കയറുകെട്ടി താഴേക്ക് ഇറങ്ങി സോണി എസ് കുമാർ. അദ്ദേഹം ആറ്റിങ്ങൽ വാമനപുരം സ്വദേശിയാണ്. അദ്ദേഹം ഫയർമാൻ. അദ്ദേഹം ഈ കയറ് കെട്ടി താഴേക്ക് ഇറങ്ങി. ഈ സമയത്ത് മുകളിൽ ഫയർഫോഴ്സിന്റെ സംഘങ്ങളും ഒപ്പം ലൈറ്റ് അടിച്ചുകൊണ്ട് ഈ അർച്ചനയുടെ ആൺസുഹൃത്ത് ശിവകൃഷ്ണനും ഉണ്ടായിരുന്നു. പക്ഷെ ശിവകൃഷ്ണൻ ഒടുന്നനെ ഈ കിണറിന്റെ കൈവരികൾ തകർന്ന് കിണറിലേക്ക് വീണു. അർച്ചനയെ മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഇയാൾ ഈ കിണറിന്റെ കൈവരികൾ തകർത്ത് കിണറിനുള്ളിലേക്ക് വീണത്. ഈ സമയത്ത് കിണറിന്റെ കൈവരികളിൽ ഉണ്ടായിരുന്ന കല്ലുകളും മറ്റും ഈ ഫയർമാൻ സോണിയുടെ തലയ്ക്ക് വീഴുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ സമയത്ത് പൊടുന്നനെ തന്നെ ഇവർ മുകളിലേക്ക് ഉയർത്തി സോണിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് ഏതാണ്ട് 1 മണിക്കൂറോളം ശ്രമപ്പെട്ടാണ് മറ്റ് 2 പേരുടെയും, അതായത് സുഹൃത്ത് ശിവകൃഷ്ണന്റെയും ഒപ്പം അർച്ചനയുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ഇപ്പൊ 3 മൃതദേഹങ്ങളും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇന്ന് പുലർച്ചെ 12 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം. 12:10 കൊട്ടാരക്കര ഈ ഫയർഫോഴ്സ് സംഘത്തിന് ഇതിന്റെ ഈ കോൾ വരുന്നു. ആ കോൾ വന്നതിനെ തുടർന്നാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചത്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.